ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മുഹത്വപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിലുള്ളവരാകുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാഹാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. ആരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവാം ഞങ്ങളുടെ ദൈവമേ, ഈ വിശുദ്ധ ആലയത്തിൽ അങ്ങയെ ആരാധിക്കുന്നതിനും അങ്ങയോടും ദൈവമക്കളോടും ചേർന്ന് കൂട്ടായ്മ അനുഭവിക്കുന്നതിനും ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യവും സഹായവും കൂടാതെ ഏതൊരു കാര്യവും ഉചിതമായി ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലല്ലോ അപ്പ. ഈ വിശുദ്ധ ആരാധനയിലും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. നിങ്ങളുടെ നാമത്തിൽ ഏക മനസ്സോടെ എവിടെ ഒരുമിച്ച് കൂടിയാലും ആയവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് ഞങ്ങളോട് അന്വേഷിച്ച ദൈവമേ, ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് പകരണമേ. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ നന്മകൾക്കും അനുഗ്രഹത്തിനും മുഖാന്തരമാക്കി അങ്ങ് നൽകണമേ. ആത്മാവിലും സത്യത്തിലും അങ്ങേ സ്തുതിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോട് പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. ഇംഗ്ലീഷ് പാഠ്യപുസ്തകത്തിലെ 306 ഗീതം പാടി ഈ ശുശ്രൂഷ ആരംഭിക്കാം. 306 ഗീതം.
സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ആരാധനക്രമം മൂന്നാം പുറം, അഞ്ചാം പുറം, മൂന്നാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശം ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, എന്നേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. ക്രിസ്തയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടി എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായ ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനവും ഇവിടെ വച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വച്ച് തിരുവചനവും വിശുദ്ധ സാക്രമതകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാം അണഞ്ഞു ചെന്ന് നമ്മുടെ കൃത്യതാസ്തോത്രം അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധി നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. മുട്ടുമടക്കി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ധാരാളം ക്ഷമിക്കും. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നിന്റെ പാപം രക്താംബരം പോലെ കടിച്ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ ക്രൂശിൽ രക്തം മതിയായതാണ്. ഇതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് അനുതാപത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെ ചിന്തകളിൽ പ്രവൃത്തികളിൽ വന്നുപോയ എല്ലാ കുറവുകളുടെയും വളരെ വിനയത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. ആരാധനക്രമം 11-ാം പുറം, 51-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അനുതാപ പ്രാർത്ഥനയായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്ത് അങ്ങേക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഒരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നിശ്ചയിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ.
ഞാൻ നിർമ്മലാകേണ്ടതിന് ഈ സോപ്പ് കണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങൊടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഏതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടെ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടെ തടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. അവിടെ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടെ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. ആരാധനക്രമം 18-ാം പുറം മറിയയുടെ പാട്ട് സ്തോത്ര പ്രാർത്ഥനയായി ചേർന്ന് പ്രാർത്ഥിക്കാം. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടെ നല്ല ദാസിയുടെ താഴ്ചകൾ ആഴ്ചിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ച് ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനം ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശുദ്ധിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരച്ചിരുന്നത് പോലെ അബ്രഹാമിന് അവന്റെ സന്തതിക്ക് എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 543-ാമത്തെ ഗീതം ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. 543-ാം ഗീതം.
സങ്കീർത്തനം 85 വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 85. യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ ജനത്തിന്റെ അടുത്ത് നീ മോചിച്ചു, അവരുടെ പാപമൊക്കെ നീ ഓടിക്കളഞ്ഞു. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നെ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കലയോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്കു നൽകണമേ. യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം. ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനം തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളങ്ങുകയും ചെയ്യും. നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാൽച്ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം എപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. വായിക്കുവാനായി നൽകപ്പെട്ട പഴയ നിയമ വേദഭാഗം മീഖാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തൻ താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അത് അരുളി ചെയ്തിരിക്കുന്നു. സകല ജാതികളും താങ്കളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെ ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നു പോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കും
രാജാവായിരിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നു പോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വാഴ്ചയുടെ വചനങ്ങൾ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തേക്ക് ആധാരമായിരിക്കുന്ന വിശുദ്ധ സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ട് ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻ കട്ടയും അവന് കൊടുത്തു. അവൻ അത് വാങ്ങി അവർ കാണുക തിന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. ഈ വാഴ്ചയുടെ സുവിശേഷ വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ ഇവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, സമാധാന പ്രഭുവായി ഞങ്ങളെ ഭരിച്ചു വാഴുന്ന ദൈവമാകയാൽ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ദിവസവും ഒരുമിച്ച് കൂടുവാൻ, അങ്ങേ ആരാധിപ്പാൻ, അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ ദൈവം ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. കാലാകാലങ്ങളിൽ പ്രവാചകരിലൂടെ ദേശത്തോട് ഇടപെട്ട ദൈവമേ, അങ്ങയുടെ ഭൃത്യരിലൂടെ ഇന്ന് ദേശത്തോട് അങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. അടിയലിലൂടെ ഈ ദേശത്തോട് ദൈവം സംസാരിക്കണമേ. ദൈവമേ, കേൾക്കുന്ന വചനങ്ങൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും നന്മയായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. വചനം സംസാരിക്കുന്ന അടിയനെയും ഇത് കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവാനുഗ്രഹം പകരണമേ. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോട് പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ.
ഈ വിശുദ്ധ ദിവസവും ഇപ്രകാരം ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന, ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഞങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദക്ഷിണേന്ത്യ സഭയായി നമുക്ക് ധ്യാനിക്കുന്നതിന് നൽകിയിരിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ സമാധാനം പങ്കുവെക്കുന്ന ദൗത്യം. ക്രിസ്തുവിന്റെ സമാധാനം പങ്കുവെക്കുന്ന ദൗത്യം. മിഷണസ് ഷെയറിംഗ് ക്രൈസ്റ്റ് പീസ്. ചരിത്രാതീത കാലഘട്ടം മുതൽ കാണുന്ന മനുഷ്യന്റെ അന്വേഷണമാണ് സമാധാനം തേടിയുള്ള യാത്ര. ചരിത്രം ആരംഭിച്ച കാലഘട്ടം മുതൽ സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്. യുദ്ധങ്ങൾ, ക്ഷാമം, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, കലാപങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇവയിലൂടെയൊക്കെയാണ് സമാധാനം മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നത്. മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിലൂടെ സമാധാനം നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട, സന്തോഷം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ചരിത്രാതീത കാലം മുതൽ സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ പല പ്രയത്നങ്ങളും നടത്തുകയുണ്ടായി. മദ്യപാനത്തിലൂടെ സമാധാനം കണ്ടെത്തുവാനായി മനുഷ്യൻ ശ്രമിക്കുന്നു. വ്യഭിചാരത്തിലൂടെ, വിനോദങ്ങളിലൂടെ, വിവിധമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, സിനിമാശാലകളിൽ പോകുന്നതിലൂടെ ഒക്കെ സമാധാനം കണ്ടെത്തുവാനായി ശ്രമിക്കുന്നു. എന്നാൽ ഇവയെല്ലാം മനുഷ്യനെ കൂടുതൽ സംഘർഷങ്ങളിലേക്കും അസമാധാനത്തിലേക്കുമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മദ്യത്തിലൂടെയും വിവിധ മുഖാന്തരങ്ങളിലൂടെയും ലഭിക്കുന്ന സമാധാനം എന്ന് പറയുന്നത് അത് താൽക്കാലികമാണ്, ക്ഷണികമാണ്. അത് പെട്ടെന്ന് മാറിപ്പോകും. കൂടുതൽ സംഘർഷങ്ങളിലേക്ക് ആ വ്യക്തി അകപ്പെടുന്നു. എന്നാൽ ലോകരാഷ്ട്രങ്ങൾ സമാധാനം കണ്ടെത്തുവാനായി ധനം ധാരാളം വിനിയോഗിക്കുന്നു, സൈന്യത്തെ സംഘടിക്കുന്നു, യുദ്ധ സാമഗ്രികളെല്ലാം കൂട്ടിച്ചേർക്കുന്നു. അതിലൂടെ ലോകത്തിൽ സമാധാനം സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവയിലൊന്നും മനുഷ്യന് സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ അനുഭവങ്ങളും ചരിത്ര സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതിലൂടെയൊന്നും യഥാർത്ഥമായ സമാധാനം മനുഷ്യന് കണ്ടെത്തുവാനായി കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ബൈബിളിൽ ഷാലോം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സമാധാനം എന്ന വാക്കിനെ. ഈ എബ്രായ മൂലപദത്തിന്റെ അർത്ഥം ക്ഷേമം, സമൃദ്ധി, നന്മ തുടങ്ങിയ അർത്ഥങ്ങളിലാണ് ഈ ഷാലോം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം സമാധാനത്തിന്റെ ദാതാവാണ്. വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനം നൽകുവാൻ ദൈവത്തിന് കഴിയും. ദൈവം തരുന്ന സമാധാനം നിത്യമാണ്. അത് താൽക്കാലികമല്ല, നിരന്തരം അനുഭവിക്കുവാൻ കഴിയുന്നതാണ് ദൈവം തരുന്ന സമാധാനം. ഇന്ന് പാഠഭാഗമായി വായിച്ച മീഖാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ മീഖാ പ്രവാചകന്റെ ഒരു പ്രവചന ശബ്ദമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തന്റെ ജനത്തോടുള്ള, അധികാരവർഗത്തോടുള്ള പ്രവാചകന്റെ പ്രവചന ശബ്ദമാണ്. മീഖാ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പാവപ്പെട്ട ജനങ്ങളെ
ധനികന്മാർ ചൂഷണം ചെയ്തിരുന്നു. സാധുക്കളുടെ വസ്തുവകൾ പണയപ്പെടുത്തി അമിതമായ പലിശ അവരിൽ നിന്നും ഈടാക്കിയിരുന്നു. അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും അവിടെ വീടും സ്ഥലങ്ങളും ധനികന്മാർ കൈയടക്കിയിരുന്നു. കുഞ്ഞുങ്ങളുടെ പിതൃസ്വത്തുകൾ അവർ തട്ടിയെടുത്തിരുന്നു. ഇങ്ങനെ ദേശം മുഴുവൻ സമാധാനം നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷമായിരുന്നു മീഖാ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടം. എന്നാൽ പ്രവാചകൻ ശക്തിയോടുകൂടെ ഇതിനെ എതിർക്കുകയാണ്. ദൈവത്തിന്റെ മുന്നറിയിപ്പ് അവരെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ ജീവിതശൈലി മാറ്റണം. നിങ്ങളുടെ ജീവിതശൈലി മാറ്റണം. ഇന്നും ഇപ്രകാരം ദേശത്തിലെ കുടുംബങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവർ ധാരാളം പേരാണ്. കോഴ വാങ്ങി സമാധാനം പ്രസംഗിക്കുന്നു, അനാവശ്യമായ ലക്ഷണങ്ങൾ പറയുന്നു, കൈക്കൂലി വാങ്ങി അധർമ്മം പ്രവർത്തിക്കുന്നു. ഇതിനൊക്കെ എതിരെയുള്ള ഒരു ശബ്ദമാണ് മീഖാ പ്രവാചകൻ 4-ാം അധ്യായത്തിൽ നമുക്ക് നൽകുന്നത്. ഇത്തരം പ്രവണതകൾ ദേശത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. ഇത്രയും പ്രവണതകൾ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവിക സമാധാനത്തിലേക്ക്, ദൈവിക സ്വഭാവത്തിലേക്ക് മനുഷ്യൻ മടങ്ങണം. അതാണ് പ്രവാചകൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജനത്തിന് സമാധാനം നൽകുവാൻ പ്രാപ്തനായത് ദൈവമാണ്. ദൈവത്തിന് മാത്രമേ മനുഷ്യന് സമാധാനം നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം ശത്രുക്കളെ തോൽപ്പിച്ച് ജനത്തെ വീണ്ടെടുക്കുന്നവനാണ്. എത്ര ബലഹീനരാണെങ്കിലും, എത്ര ശക്തിഹീനരാണെങ്കിലും, ആരും സഹായിക്കുവാൻ നിങ്ങൾക്കില്ല എങ്കിലും ബലവാനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ താഴ്ന്നിരിക്കുവാനാണ് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഭയന്ന് ഓടുന്നവരെ ബലപ്പെടുത്തി കൂട്ടിച്ചേർക്കുന്നവനാണ് നമ്മുടെ ദൈവം. ജനം നിർഭയമായും അത്തിവൃക്ഷത്തിന്റെയും മുന്തിരിവള്ളിയുടെയും കീഴിൽ പാർക്കും. യഹോവയായ ദൈവം പ്രവാചകനിലൂടെ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ബലമില്ലാത്തവരെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ ആരും സഹായിക്കാൻ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകും, ദൈവം നിങ്ങൾക്ക് ബലം നൽകും. ചില നിർദ്ദേശങ്ങൾ ഇവിടെ പ്രവാചകൻ പറയുന്നു. യുദ്ധ ഉപകരണങ്ങളായ വാളുകളെ നിങ്ങൾ കൊഴുക്കളാക്കണം. വാള് മറ്റുള്ളവരെ കൊല്ലുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധമാണ്. സമാധാനം ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഈ വാളിനെ കൊഴുക്കളാക്കി മാറ്റണം. കൊഴു എന്ന് പറഞ്ഞാൽ നിലം ഉഴുവാൻ ഉപയോഗിക്കുന്ന കലപ്പയുടെ അഗ്രഭാഗത്ത് ഉറപ്പിച്ചിരിക്കുന്ന ഉപകരണത്തെയാണ് കൊഴു എന്ന് പറയുന്നത്. നിങ്ങളുടെ വാളുകളെ നിലമൊഴുന്ന കൊഴുക്കളാക്കി മാറ്റണം. അതുപോലെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് കുന്തം. ഈ കുന്തത്തെ നിങ്ങൾ വാക്കത്തിയാക്കി മാറ്റണം. കുന്തം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. വാക്കത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ കൃഷികൾക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു ഉപകരണമാണ്. അതുകൊണ്ട് നിങ്ങൾക്കിനി കുന്തത്തിന്റെ ആവശ്യമില്ല, നിങ്ങൾക്കിനി വാളിന്റെ ആവശ്യമില്ല. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6 തുടങ്ങിയുള്ള വാക്യം പറയുന്നു, ദൈവം സമാധാനത്തിന്റെ പ്രഭുവാണ്. ദൈവം സമാധാനം നൽകുന്ന സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇന്ന് പാഠഭാഗമായി വായിച്ച സുവിശേഷ പാഠം, ലൂക്കോസ് സുവിശേഷം നാം പഠിക്കുമ്പോഴും യേശു സമാധാന പ്രഭു എന്ന് അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുവിനോട് ചേർന്ന് നിന്ന ശിഷ്യഗണം പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയി. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു, അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു. കുരിശിനോട് ചേർന്ന് നിന്ന് കഷ്ടതയുടെ സഹനത്തിന്റെ പാതയിൽ ജീവിക്കേണ്ട ശിഷ്യഗണങ്ങൾ കഷ്ടത വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ
ദൈവത്തിൽ നിന്നും അകന്നുപോയി. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനായിട്ടല്ല, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ദൈവത്തെ തള്ളിപ്പറയുകയും ദൈവത്തെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന ശിഷ്യഗണങ്ങളായി മാറി. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ സഹനത്തിലൂടെ കഷ്ടതയിലൂടെ ആയാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയണം. ക്രിസ്തുവിനോട് ചേർന്ന് ദേശത്തിന്റെ സമാധാനത്തിനായി പ്രവർത്തിക്കുവാൻ സഭയ്ക്ക് കഴിയണം, കുടുംബങ്ങൾക്ക് കഴിയണം, വ്യക്തികൾക്ക് കഴിയണം. കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ, കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ, ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ദേശത്തിന്റെ സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ നമുക്ക് കഴിയണം. യേശുവിന്റെ ദൗത്യം അതായിരുന്നു. യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആരാണ് യഥാർത്ഥ ദൈവത്തിന്റെ പൈതൽ? ആരാണ് യഥാർത്ഥ ദൈവവിശ്വാസി എന്ന് ചോദിച്ചാൽ, സമൂഹത്തിലും കുടുംബത്തിലും ദേശത്തിലും സമാധാനം ഉണ്ടാക്കുന്നവരാണ്. ശിഷ്യഗണം യേശുവിനോട് ചേർന്ന് നിന്നിട്ടും യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. യേശുവിനോട് കൂടെ നടന്നിട്ടും യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. എന്നാൽ അവസാനം യേശുവിന്റെ അരിമശിഷ്യനായ പത്രോസ് പറയുന്നു, നീ ജീവൻ ഉള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അവസാന ഘട്ടത്തിലാണ് പത്രോസ് യേശുവിനെ തിരിച്ചറിഞ്ഞത്, പത്രോസിന്റെ കണ്ണ് തുറന്നത്, ഞങ്ങളോട് കൂടെ നടന്നത്, ഞങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകിയത്, ഞങ്ങൾക്ക് നല്ല മാതൃകകൾ കാണിച്ചു തന്നത് സാധാരണ ഒരു മനുഷ്യനല്ല, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, ദൈവമാണ്. പലപ്പോഴും ഇന്ന് മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നടക്കുമെങ്കിലും, ക്രിസ്ത്യാനി എന്ന പേരുണ്ടെങ്കിലും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കിയിട്ടില്ല, ദൈവത്തെ ഭയപ്പെടുന്നില്ല, ദൈവത്തിൽ നിന്നും അകന്നു ജീവിക്കുന്നു. ഇന്ന് ക്രൈസ്തവ ജീവിതം അപ്രകാരമാണ്. ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയായി ദൈവത്തെ തിരിച്ചറിയാതെ ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നതാണ്. യേശുവിനോട് കൂടെ നടന്നിട്ടും യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ തിരിച്ചറിയണം, ദൈവത്തെ നാം ഭയപ്പെടണം, ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. കാരണം നാം ദൈവമക്കളാണ്, നാം ഭാഗ്യമുള്ളവരാണ്, ദൈവത്തിന്റെ മക്കളാണ്. കർത്താവ് നമുക്ക് സമാധാനം നൽകും, കർത്താവ് സന്തോഷം നമുക്ക് നൽകും. പ്രതികൂലങ്ങളുടെ മധ്യത്തില് സഹനത്തോടെ പിടിച്ചു നിൽക്കുവാൻ, ഈ പകർച്ചവ്യാധിയുടെ മധ്യത്തിലും സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്ത ഈ അവസരങ്ങളിലും ധൈര്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ദൈവഹിതം നമ്മിലൂടെ നിറവേറുന്നത്. ആ ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനായി നമുക്ക് കഴിയുന്നത്. അതിനായി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഇവരെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവചിന്തകളും അത്യുന്നതനായ ദൈവത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ ദൈവമേ, സകല മാനുഷിക ബുദ്ധിയും കവിയുന്ന സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കുന്നതിനായുള്ളവേ, അങ്ങയുടെ നിത്യമായ സ്നേഹം ഞങ്ങൾക്ക് ദർശിക്കുവാനും അങ്ങയുടെ രക്ഷയെ കരസ്ഥമാക്കി ജീവിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ക്രിസ്തുവിനെ അറിഞ്ഞവരെങ്കിലും അങ്ങേ ആരാധിക്കുന്നവരെങ്കിലും പലപ്പോഴും ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം
ജീവിക്കുവാൻ ഞങ്ങൾ കഴിയുന്നില്ല. കർത്താവെ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ നിന്നും അകന്നു പോകുന്നു. ലോകം തരാത്ത സമാധാനം ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത കർത്താവെ, ആ ദൈവികമായ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. പരവശരായി തീരുന്ന ശിഷ്യഗണങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. ഭയപ്പെടേണ്ട, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരും. ദൈവമേ, അവിടുത്തെ ശിഷ്യഗണങ്ങളെ ധൈര്യപ്പെടുത്തി ദൈവിക സമാധാനത്താൽ അവരെ ബലപ്പെടുത്തിയുള്ള കർത്താവെ, ഭയത്തോടായിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ ആത്മാവിനാൽ ദൈവം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസവും അപ്പന്റെ സന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ, അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ ദൈവം നൽകുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, ആരാധന ആരംഭം മുതൽ ഇതുവരെയും തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി നന്ദി അർപ്പിക്കുന്നു. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവമേ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഒരു ദിവസം 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ, ഇതേറെ അനുഗ്രഹത്തിന്റെ ഒരു ദിവസമാക്കി ഞങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളിൽ രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലും ആശുപത്രികളിലും ശാരീരികമായ അസ്വസ്ഥതകളാൽ കഴിയുന്ന അനേകരുണ്ട് പിതാവേ. അവരോടങ്ങ് മനസ്സരിയണമേ. അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരം അങ്ങയുടെ മക്കളുടെ മേലങ്ങ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെ നിന്ന് ബലപ്പെടുത്തണമേ. ബലഹീനർക്ക് ബലം നൽകുന്ന ദൈവമേ, അശക്തർക്ക് ശക്തി പകരുന്ന ഞങ്ങളുടെ കർത്താവേ, അവർക്ക് ആശ്വാസവും സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യുവാക്കൾ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ വീണ്ടു പോകാതെ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ, ദൈവഗത പ്രകാരം ജീവിപ്പാൻ, ദൈവഗത പ്രകാരം വളരുവാൻ എല്ലാവരെയും ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും ഒരുമിച്ച് ആരാധിക്കുവാനും ദൈവം നൽകിയ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലയത്തെ ദൈവം അനുഗ്രഹിക്കണമേ. പൂർവാധിക ശക്തിയോടുകൂടി ആരാധനകൾ ആരംഭിക്കുവാൻ ദൈവം കൃപ നൽകണമേ. സ്വതന്ത്രമായി ഞങ്ങൾക്ക് അങ്ങ് ആരാധിപ്പാൻ ദൈവമേ അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. സഭയുടെ എല്ലാ കുടുംബങ്ങളെയും എൻ്റെ ദൈവം കാത്തുകൊള്ളണമേ. രോഗങ്ങളോ ദുരിതങ്ങളോ അപകടങ്ങളോ ആപത്തുകളൊന്നും കൂടാതെ ദൈവം കാത്തുകൊള്ളണമേ. ദാരിദ്ര്യങ്ങളിൽ കഴിയുന്നവരുണ്ട്, ഉപജീവന മാർഗങ്ങളില്ലാതെ ഭാരപ്പെടുന്നുണ്ട്, സാമ്പത്തികമായി വിവിധ നിലകൾ കഷ്ടപ്പെടുന്ന ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കൂലിവേലകളില്ലാതെ കഴിയുന്നവരുണ്ടപ്പ, ഓരോ മക്കളോട് എൻ്റെ ദൈവം മനസ്സരിയണമേ. ഓരോ ദിവസവും അവർക്ക് ആവശ്യമായ നന്മകളെ ദൈവമേ അങ്ങ് നൽകണമേ എന്ന് വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിൽ വിദൂരതകളിലായിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. ദൈവമേ, ശരിയായ ഭക്ഷണമില്ലാതെ, സംരക്ഷണയില്ലാതെ വളരെ വേദനയോടെ ആയിരിക്കുന്ന അനേകായിരങ്ങളുണ്ടപ്പ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും ദൈവികമായ സംരക്ഷണം അവരോട് കൂടിയിരിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, അയൽ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, COVID-19 എന്ന മഹാമാരിയാൽ ഭയത്തോട് വിറയലോടും ജനമായിരിക്കുമ്പോൾ, അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, ആ മക്കളോട്, ആ കുടുംബങ്ങളോട് ദൈവം മനസ്സരിയണമേ. ആശുപത്രികളിലും ഭവനങ്ങളിലും മാരകമായ രോഗത്തിൽ അടിമപ്പെട്ട് വേദനയോടെ കഴിയുന്ന മക്കൾക്ക് വേണ്ടി, ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മഹാമാരിയിൽ നിന്നും, ഈ വ്യാധിയിൽ നിന്നും ഞങ്ങളുടെ രാജ്യങ്ങളൊക്കെ ദൈവം പിടിപ്പിക്കണമേ. ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുവാൻ കർത്താവ് അവിടുത്തെ കൃപ നൽകണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമ. തങ്ങളുടെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അങ്ങ് പഠിപ്പിച്ചല്ലോ. അപ്പ ജനം മാനസാന്തരത്തിലേക്ക് വരുവാൻ, ദൈവഭയമുള്ളവരായ ദിവസങ്ങളിൽ മാറുവാൻ കർത്താവെ അവളെ സഹായിക്കണമേ. ആതുര സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് സാമൂഹിക പ്രവർത്തകർ, ക്ലീനിങ് സ്റ്റാഫുകൾ, കർത്താവേ, രാഷ്ട്രീയ പ്രവർത്തകർ, വിവിധ നിലകളിൽ ദൈവമേ നാളുകൾ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ. മടുത്തു പോകാതെ
തളർന്നു പോകാതെ ദൈവമേ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ശക്തി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. അപ്പ ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവം അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, തുടർന്ന് ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചുവല്ലോ കർത്താവെ. ദൈവമേ, അവിടുത്തെ സംരക്ഷണം എപ്പോഴും ഞങ്ങളോട് കുടുംബങ്ങളോടും കൂടെ ഇരിക്കണമേ. യോബിനെയും തനിക്കുള്ള സകലത്തെയും ദുഷ്ടൻ തൊടുവാൻ കഴിയാതെ വേണ്ടെന്ന് വേലി കെട്ടിയതുപോലെ ഞങ്ങൾക്കുള്ള സകലത്തെയും അവിടുത്തെ സംരക്ഷണയാൽ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണം. ദേശവാസികളെ ദൈവം അനുഗ്രഹിക്കണം. ഈ മഹാമാരിയിൽ നിന്ന്, വ്യാധിയിൽ നിന്ന് ദൈവം വിടുവിക്കണം. കർത്താവെ, ഞങ്ങളുടെ യാത്രകളിൽ, പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ ജീവിതയാത്ര പ്രവർത്തന മേഖലകളിലെല്ലാം ദൈവ സാന്നിധ്യം കൊണ്ടിരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാനുള്ള കൃപ നൽകണമേ. മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന ചിന്തയോ പ്രവൃത്തിയോ ഞങ്ങളിൽ ഉണ്ടാകാതെ മറ്റുള്ളവർക്ക് നന്മ പകരുന്നവരായി ജീവിക്കാൻ സഹായിക്കണമേ. അനുഗ്രഹത്തിന്റെ നന്മയുടെ ദിവസങ്ങളാക്കി ദൈവം നൽകണമേ. കൃപയാൽ ഞങ്ങളെല്ലാവരും സൂക്ഷിച്ചു കൊള്ളണമേ. അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങളൊന്ന് ഒരുക്കണമേ. ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പ്രിയ പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തുരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കരുണ ചെയ്യട്ടെ. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.